ഗുജറാത്തിലെ കോൺഗ്രസിൽ നിന്നും 40ഓളം നേതാക്കന്മാരെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ കോൺഗ്രസ് നേതാവായിരിക്കുകയും അതേസമയം തന്നെ BJPക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാക്കളെയാണ് ഗുജറാത്തിൽ കാണാൻ കഴിയുന്നത്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ സ്നേഹം പിടിച്ചുപറ്റാനുള്ള തന്ത്രങ്ങളായിരിക്കാം അതൊക്കെ ഒരുപക്ഷെ. അങ്ങനെയുള്ള നേതാക്കളെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയുള്ള ഒരു ശുദ്ധീകരണമാണ് ഗുജറാത്തിൽ തൻ്റെ അടിയന്തര ലക്ഷ്യമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നേതാക്കൾക്ക് മുന്നിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPക്ക് പിന്തുണ നൽകുന്നവരെ പുറത്താക്കിയില്ല എങ്കിൽ യഥാർത്ഥ കോൺഗ്രസുകാർക്ക് അത് വിഷമമുണ്ടാക്കും. ഏത് പാർട്ടി എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പരസ്പരം ഇണങ്ങിച്ചേർന്ന് പോകുന്ന ഇത്തരം നേതാക്കൾ പാർട്ടിക്ക് ആപത്താണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ്. BJPയുടെ B ടീമിനെയല്ല ജനങ്ങൾക്ക് വേണ്ടത്. ഗുജറാത്ത് സംസ്ഥാനത്ത് കോൺഗ്രസിന് രക്ഷപ്പെടണമെങ്കിൽ 10-40 നേതാക്കളെ പുറത്താക്കാതെ രക്ഷയില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഗുജറാത്തിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, രാഷ്ട്രീയ കാര്യ സമിതി എന്നിങ്ങനെയുള്ള വിവിധ തട്ടുകളിലുള്ള നേതാക്കളുമായി ഒരു മാരത്തോൺ തലത്തിൽ തന്നെ ചർച്ച നടത്തിയ ശേഷമാണ് പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ അസാധാരണമായ പ്രഖ്യാപനം വന്നത്. അദ്ദേഹം നേതാക്കളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ മുന്നിലിരിക്കുന്ന നേതാക്കളിൽ 2 തരം ആളുകളുണ്ട്. ജനത്തിനൊപ്പം നിന്ന് ഹൃദയത്തിൽ കോൺഗ്രസ് ആശയം കൊണ്ടു നടക്കുന്നവരാണ് ഒരു വിഭാഗം. പകുതിയോളം പേരും BJPയിൽ ചേർന്നിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന്. ഇതിനെ 2ആയി കാണാത്തിടത്തോളം ജനങ്ങൾ കോൺഗ്രസിനെ സ്വീകരിക്കില്ല. ഗുജറാത്തിൽ ഈ തരം തിരിവ് അനിവാര്യമാണ്. 10-40 പേരെ അങ്ങനെ പുറത്താക്കേണ്ടി വരും. കോൺഗ്രസിനുള്ളിൽ നിന്ന് BJPക്കായി പ്രവർത്തിക്കുന്നവരാണ് ഇവരൊക്കെ. അത്തരക്കാർക്ക് ഇവിടെ ഇടമില്ല. അവരെ പുറത്താക്കുക തന്നെ ചെയ്യും. എത്രയും വേഗം അത് ചെയ്യുകയാണ് ആദ്യ കടമ്പ എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യം വേണ്ടത് ഈ ശുദ്ധീകരണം. അതിനായി ഗുജറാത്തിൽ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണെന്നും ഈ സംസ്ഥാനത്തെക്കുറിച്ച് തനിക്ക് മനസ്സിലാക്കണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ്. ശരിക്കും പാർട്ടിക്കുള്ളിലെ ശുദ്ധീകരണം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി ഗുജറാത്ത് മാറുകയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ തട്ടകമായ ഗുജറാത്തിൽ കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർ തന്നെയാണ്. പാർട്ടിക്കുള്ളിലെ ആ കീടങ്ങളെ നശിപ്പിച്ചാൽ മാത്രമേ കോൺഗ്രസിന് രക്ഷയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗുജറാത്തിൽ നിന്നും തുടങ്ങുന്ന രാഹുൽ ഗാന്ധി നൽകുന്ന സൂചന ഒരു ശുദ്ധീകരണം തന്നെയാണ്. ഇത് ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്നത് തന്നെയാണ്.